1 കപ്പ് റവ, 5 ഏലക്ക, 1 കപ്പ് ശർക്കരപ്പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 സ്പൂൺ സോഡാപ്പൊടി, ആട്ട 1, 2, 3, 4 സ്പൂൺ സോഡാപ്പൊടിയും മാവും എല്ലാം കൂടെ ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെക്കണം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്യുക. 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടിന് കട്ടി കൂടുതലാണെങ്കിൽ അതിലേക്ക് ഇത്തിരി ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല്, ഇതിനകത്തേക്ക് നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന ബദാം, കശുവണ്ടി എന്നിവ ചേർത്ത് ഒന്നുകൂടി ചെറുതായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ ഇഡലിപ്പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് ഒരു പാത്രം അതിനകത്ത് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിക്കുക. കാണാം, അതിലേക്ക് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാഷ്യൂ, ബദാമും അതിരിക്കാൻ ജസ്റ്റ് ഒരു പാത്രം വെച്ച് അല്ലെങ്കിൽ കുഴിൽ പേപ്പർ വെച്ച് ശേഷം ഇഡലിപ്പാത്രം കേക്ക് റെഡി ആയോന്ന് നമുക്ക് സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കാം. മുപ്പത് തൊട്ട് 35 മിനിറ്റ് വരെയാണ് ഇതിപ്പോൾ വേകാനെടുത്ത സമയം. ഹെൽത്തി കേക്കാണ്. ഇത് കുട്ടികൾക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് പാചകം ചെയ്ത് കൊടുക്കാം.